വൈക്കെടുക്കും. അദ്ദേഹം ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കും എന്നായി നിർത്തുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ ഒരു ചർച്ച. എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആരോപണങ്ങളുമായി വരുന്ന ആളുകൾക്കൊക്കെ അവർ ഉന്നയിക്കുന്ന എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് ഇനി അവർ ഉന്നയിക്കാത്ത, ഭാവിയിൽ അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇനിയും അവരുടെ പരതലിൽ അവർക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള ഇബാറത്തുകൾ കൂടി കൊണ്ടുവന്ന് അതിന്റെ കൂടി വിശദീകരണം അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളതിനും കൂടിയും തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ വളരെ കൃത്യമായി നല്ലൊരു ചർച്ചക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ, വളരെ നല്ല ഒരു ചർച്ചയ്ക്ക് തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണം എന്നറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രവർത്തകര് മറ്റുള്ളവർ വന്നാൽ നിങ്ങളുടെ റൈസ് ഹാൻഡ് രണ്ടാമതായി കണക്കാക്കുമെന്നും, നമ്മുടെ ആളുകൾ നമ്മളെ ആളുകളും അവരും റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് 2 ചാൻസ് നൽകിയിട്ട് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുള്ളൂ. അത് 2 എണ്ണം ഒരു വന്നിട്ടാണ് നിങ്ങൾ ഒരാളെ വിളിക്കുള്ളൂ. അപ്പൊ അതുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നമുക്ക് ഇവിടെ തെറ്റിദ്ധരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥം എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനാണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരെയും ആക്ഷേപിക്കാനോ ആരെയും പരിഹസിക്കാനോ അല്ല. അവരുടെ പക്കൽ തെറ്റിയ അബദ്ധങ്ങൾ അത് പർവ്വതീകരിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലല്ല. പക്ഷെ ഇത് വിശ്വാസത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ, ഇത് ഏകദേശം ഒരു വഹാബീസത്തിന്റെ ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ, ആ ചിന്താഗതിയിൽ നിന്ന് വഹാബികളും സുന്നികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വഹാബികൾ ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങൾ സുന്നികൾ ഇപ്പൊ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് അന്നും ഇന്നും എന്നും നമ്മുടെ പൂർവികരായ മഹാന്മാര് പറഞ്ഞു തന്നത് മാത്രമാണ് സത്യമെന്നും അത് കൃത്യമാണെന്നും അത് എന്നും നിലനിൽപ്പുള്ളതാണെന്നും കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി നമ്മോട് വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ താല്പര്യം. ചില ആൾക്കാരൊക്കെ ആദ്യം ചില പോസ്റ്റൊക്കെ അടിച്ചിരുന്നു, MT അബൂബക്കർ ദാരിമി വന്ന എന്നൊന്ന് അറിയിക്കണം, അവരൊന്നും ബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ശക്തി അവരുടെ കാതുകൾക്ക് ഇപ്പോഴുമുണ്ടെങ്കിൽ, റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ആവത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ, ഞങ്ങളിതാ അറിയിക്കുന്നു, MT അബൂബക്കർ ദാരിമി ഇതാ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് റൈസ് ഹാൻഡ് ചെയ്യാം, റൈസ് ഹാൻഡ് ചെയ്യാം, റൈസ് ഹാൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നതുവരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇതാ ഒരിക്കൽ കൂടി പറയുന്നു, MT അബൂബക്കർ ദാരിമി വന്നിട്ടുണ്ടെങ്കിൽ, MT അബൂബക്കർ ദാരിമി വന്നാൽ ഞങ്ങളെ വീട് അറിയിക്കണം. ഇവര് മനസ്സിലാക്കിയത് എന്താണോ, MT അബൂബക്കർ ദാരിമി ഇന്ന് വരൂല എന്നാണ്. ഞാൻ തുടങ്ങിയപ്പോ MT അബൂബക്കർ ദാരിമി വരൂല. കാരണം പൊന്മളയിലെ പറഞ്ഞിരിക്കുന്നത് ഇമാം റംദിന്റെ മേലെ കണ്ടു എന്നാ പറയുന്നത്. പൊന്മളി ഇമാം റംദിന്റെ മേലെ കണ്ടു, ഏപ്പിടെ മേലെ കണ്ടു എന്നാണ് ഈ തിരക്കടില്ല. ഏപ്പിയുടെ വാദം, ആ നിലപാട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ AP അബൂബക്കർ മുസ്ലിയാരുടെ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്കൊരു സംശയം, ഈ ഹുക്കുമിനോട് യോജിക്കുന്നില്ല എന്ന് പറയുകയും പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം കത്തുമെന്നും പറഞ്ഞാൽ, ഈ ഹുക്കുമ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് AP പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേശം കത്തിച്ചു നോക്കൽ ഹറാമാണ്, കത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ കത്തിച്ചാൽ കത്തിപ്പോകാത്തതിനെ കത്തിച്ചു നോക്കൽ ഹറാമാണ് എന്ന ആ വാദത്തോട് ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നും. അപ്പൊ APക്ക് ആദ്യത്തെ അടിയാണത്. രണ്ടാമത്തെ അടി എന്താണ്, AP കത്തുകയില്ല എന്ന് പറഞ്ഞത് കത്തുകയും ചെയ്യുന്നു. അപ്പൊ 2 നിലക്ക് ഏപ്പിന്റെ ഹുക്കുമിനോടും യോജിക്കുന്നില്ല, കത്തിക്കൽ തെറ്റാണ് എന്ന് കത്തിച്ചാൽ കത്താത്തൊരു സാധനം കത്തിക്കൽ തെറ്റാണ് എന്ന് പറയുന്ന ആ ഹുക്കുമിനോടും ഞാൻ യോജിക്കുന്നില്ല, ആഹ്റാമാണ് നിഷിദ്ധമാണെന്ന് പറയുന്ന ഹുക്കുമിനോട് യോജിക്കുന്നില്ല. അതേസമയം ഏപ്പിയുടെ വാദത്തോടും ഞാൻ യോജിക്കുന്നില്ല എന്നാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ എല്ലാ കാര്യങ്ങളെയും
വളരെ വിശാലമായി. ഇനി അതിൽ ഏതെങ്കിലും ഒരു വശം വിട്ടു എന്ന് ആർക്കെങ്കിലും സൂചിപ്പിക്കാൻ ഉണ്ടാവാത്ത രൂപത്തിൽ അവർക്ക് ഉള്ള സംശയവും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇതൊരു പ്രതിരോധ കുത്തിവെപ്പ് മാതിരിയാണ് തോന്നുന്നത് അല്ലേ ഇന്നത്തെ ക്ലാസ്. ഇതൊരു പ്രതിരോധം. നമ്മൾ പോളിയോ ഒക്കെ കൊടുക്കണം. അപ്പൊ എല്ലാ രോഗത്തിനും മാത്രമല്ല, ഇനി ഉണ്ടാകുന്ന രോഗത്തിനൊരു പോളിയോ വരെ ഇവരുടെ വരാൻ സാധ്യതയുള്ള പുത്തൻ വാദങ്ങൾക്കൊരു പോളിയോ ആയിട്ട് പോലും ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാകും എന്ന് അവരെ ഞങ്ങൾ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏതായാലും ആ ചിക്കൻ ഗുനിയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഒരു പ്രതിരോധ കുത്തിവെപ്പ്, ഇനി വരാനുള്ള അസുഖങ്ങൾ കൂടി, ഇനി വരാനുള്ള പുത്തൻ വാദങ്ങളുണ്ട്, പുതിയ പുതിയ വാദങ്ങൾ, വാദരോഗങ്ങൾ, ആ വാദരോഗങ്ങൾക്ക് പോലുമുള്ള ചികിത്സയാണ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സോടുകൂടി ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. നാഫിയായ ഇൽമ് ധാരാളമായി വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് ദീർഘമായി നേതൃത്വം നൽകാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് റൈസാൻഡ് ചെയ്ത ആളുകൾക്കും ബാക്കിയുള്ള ആളുകളെ റൈസാൻഡ് ചെയ്യാൻ ജയഫർ വില്ലൻ സാഹിബങ്ങളൊക്കെ ഒന്ന് താത്തി, നിങ്ങൾ മറ്റേ ചങ്ങായി വരുമ്പോ മതി, ഇന്ന് അമേരിക്കക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് മതി, നിങ്ങളും ഇപ്പൊ തൽക്കാലം താത്തി നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അവസരം കൊടുക്കും. നമ്മളെ ആളുകൾ പരമാവധി മറ്റുള്ള ആളുകൾക്കുള്ള അവസരം കൊടുത്ത് നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസാൻഡ് ഒന്നും ചെയ്യണ്ടേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ നമ്മൾ മൈക്കരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസാൻഡ് ചെയ്യണ്ട, നമ്മളെ ആളുകൾ ഒന്ന് താത്തി കൊടുക്കാം. ഒരാൾ വന്നാൽ നമ്മളെ ആൾക്കാർ താത്തി കൊടുത്തോളൂ, അപ്പൊ നമ്മൾ അതിന്റെ താഴാവുമല്ലോ, ഓല മേലൊക്കെ കൊണ്ടുവരിക, അതാണ് നമ്മളെ ഉദ്ദേശം. ഏതായാലും സംശയങ്ങളുള്ള മുഴുവൻ ആളുകളെയും നമ്മളെ ക്ലാസ് റൂമിലേക്ക് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യണം. ഇനി ആരെങ്കിലും മാറി നിൽക്കണമെങ്കിൽ അവരൊരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യണം എന്നറിയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സംശയാലുക്കൾ എന്നൊന്നും ഈ വിഷയത്തിലെ അവർക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ തീർക്കാനും അല്ലെങ്കിൽ തിരിച്ച് മനസ്സിലാക്കി തരാം എന്ന ധാരണ ഉള്ള ആളുകൾക്ക് അതിനൊരു അവസരം കൂടിയുമായിട്ടാണ് നമ്മൾ ഈ അവസരം നൽകുന്നത്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം. ഓക്കെ, എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാനുള്ളത്, പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒരു അള്ളാഹിന്റെ റസൂലിന്റെ മൊയ്സത്ത്, അള്ളാഹുവിന്റെ മൊയ്സത്ത്, പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ഏത് മൊയ്സത്താണ് ഇന്ന് നിലവിലുള്ളത്? ഈ ഖുർആൻ അല്ലാത്ത ഏത് മൊയ്സത്ത് കൊണ്ടാണ് നമുക്ക് അന്യമതസ്ഥരോട് പ്രബോധനം നടത്താൻ, ഖുർആൻ അല്ലാത്ത ഏത് മൊയ്സത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അന്യമതസ്ഥരോട് ദഅവത്ത് നടത്താൻ പറ്റും എന്നാണ് എന്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴലുണ്ട് എന്ന് വ്യക്തമായിരിക്കെ ഹദീസിനെ തള്ളിക്കൊണ്ടാണോ നമ്മൾ ഇമാമിന്റെ ഖൗലിനെ സ്വീകരിക്കേണ്ടത് എന്നാണ് എന്റെ ഒരു ചോദ്യം. അങ്ങനെ ഈ ഒരു നിഴല് എന്നുള്ള ഒരു പ്രശ്നം, അത് നിഴലില്ല എന്ന്, അല്ലാഹുവിന്റെ റസൂലിന് നിഴലുണ്ട് നിഴലില്ല, ഇത് വിശ്വസിച്ചാൽ അവൻ മുർത്തദ്ദാവുമോ കാഫിറാവുമോ? ആ ഒരു വിശ്വാസം ഇസ്ലാം ദീനിനെ നിരക്കാത്തതാണോ? ഒരാളങ്ങനെ നേരിടുണ്ടെന്ന് വിശ്വസിച്ചു എങ്കിൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? ഇതൊന്ന് വ്യക്തമായി തന്നാൽ ഉപകാരം. മൈക്കിൾ വെച്ച്. ഒന്നാമത്തെ ചോദ്യത്തിനാണ് ആദ്യം മറുപടി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖർഖുൽ ആദത്തായ കാര്യങ്ങളൊക്കെ മുഅ്ജിസത്താണ് എന്നാണ് മുഅ്ജിസത്തിന്റെ നിർവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ വഫാത്തിന് ശേഷം ഉണ്ടാവുമെന്നാണ്. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും, അല്ലെങ്കിൽ വഫാത്തി ഖൈറുൽ ലക്കും. എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണ്. മരണം എങ്ങനെയാണ് ഖൈറാവുക എന്നുള്ളതിന് മറുപടിയായിട്ട് റസൂൽ പറഞ്ഞ എന്താണ്? തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ എനിക്ക് ഒഴിവാക്കപ്പെടുന്നുണ്ട്. സാധാരണ ഖബറിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് അമലുകൾ, ദുനിയാവത്തെ അമലുകൾ ഒഴിവാക്കി കൊടുക്കുമോ? അതൊരു അസാധാരണ സംഭവമല്ലേ? അസാധാരണമായി പ്രവാചകന്മാർക്കുണ്ടാകുന്ന സംഭവങ്ങളെ പറ്റിയാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഇസ്തിലാഹ് അങ്ങനെയാണ്. അപ്പോ ആ മുഅ്ജിസത്ത് നിലനിൽക്കുന്നതിനൊരു ഉദാഹരണമാണത്, ഒരു ഉദാഹരണം. മനസ്സിലായില്ലേ? അതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ. ഒരു മനുഷ്യന്റെ ശരീരം സാറിനെങ്കിൽ വരുമെങ്കിൽ അത് എന്താവും? ജീർണിക്കുക എന്നുള്ളതാണ് പൊതു സ്വഭാവം, അല്ലേ? ജീർണിക്കുക എന്നുള്ളതാണ് പൊതു സ്വഭാവം. അപ്പൊ നമ്മൾ തന്നെ ജീവനോടുകൂടി മണ്ണിലൊന്ന് കുഴിച്ചിട്ട് നോക്കട്ടെ. ജീവനോടുകൂടി നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ കുറച്ചു കഴിഞ്ഞാൽ അവിടെ വരെയൊക്കെ ജീർണിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് മണ്ണിന്റെ സ്വഭാവമാണ്, മണ്ണിന്റെ ഒരു സ്വഭാവമാണത്.
മനുഷ്യ ശരീരം മണ്ണിൽ ലയിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അമുഖിനോട് പകരം ഞാൻ എന്താണ് വേണ്ടത്? അതുപോലെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ വിട്ടേച്ചു. നമുക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ഇജാസുകൾ, അതിന്റെ ഒരുപാട് അമാനുഷികതകൾ, എണ്ണിയാലൊടുങ്ങാത്ത അമാനുഷികതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് വെച്ചിട്ട് അമുസ്ലിമിനോട് പ്രബോധനം ചെയ്യാം. റസൂലുള്ളാഹിന്റെ എല്ലാ മൊയ്സത്തും പ്രബോധനം ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ എല്ലാ മൊയ്സത്തും നിഷേധികളെ വെല്ലുവിളിക്കാനുള്ളതല്ല. നിഷേധികളോട് വെല്ലുവിളിക്കാനുള്ള മൊയ്സത്തുകളുണ്ട്, നിഷേധികളോട് വെല്ലുവിളിക്കാനല്ലാത്ത മൊയ്സത്തുകളും ഉണ്ട്. അതാണ് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചു. ആ ഇബാറത്ത് വായിച്ചിട്ട് അത് വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ മുഅ്ജിസത്തുകളും ആ മുസ്ലിമീങ്ങളോട് അവർക്ക് റസൂലുള്ളാഹിന്റെ റിസാലത്ത്, റസൂലുള്ള റസൂലാണ് എന്ന് പറയുന്ന ആ കാര്യം അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല. അങ്ങനെ ആണ് എന്ന് തെറ്റിദ്ധാരണയിൽ നിന്നുള്ള ചോദ്യമാണത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നീക്കിയാൽ ആ ചോദ്യം അവിടെ നീങ്ങി. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? 3 ചോദ്യമാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം, നബിക്ക് നേലുണ്ടായിരുന്നു എന്ന് ഹദീസ് ഉണ്ടായിരിക്കെ പിന്നെ നേലില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് എന്തിനാണ് നമ്മൾ അതിന്റെ പിന്നാലെ നിൽക്കുന്നത് എന്നാണ് നിങ്ങളെ ചോദ്യം. അങ്ങനെ ഒരു ഹദീസ് ഇല്ലല്ലോ. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചിന്തിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എവിടേക്ക് ഉണ്ട് കിട്ടിയത്? പിന്നെ നേരില്ല എന്നുള്ളതിനെ നിഷേധിച്ചാൽ മുർത്തദ്ദാവുന്നില്ല. മുർത്തദ്ദാവാൻ അതിന്റേതായ ഒരുപാട് കാരണങ്ങളുണ്ട്. മുർത്തദ്ദാകുക എന്ന് പറഞ്ഞാൽ ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുമ്പോഴാണ്, അഥവാ സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഒരുപോലെ ജ്ഞാതമായ മഅലൂമായ ദീനിൽപ്പെട്ടതാണെന്ന് വളരെ ഖണ്ഡിതമായും അനിഷേധ്യമായും അറിയപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ചെങ്കിൽ മാത്രമാണ് എന്താകുക അവര് പിന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകുള്ളൂ കേട്ടോ. അല്ലാതെ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിച്ചാലും ഇപ്പൊ ഫത്തുൽ-മീന്റെ 1ാമത്തെ പേജ് മുതൽക്ക് അവസാനത്തെ പേജ് വരേക്കുള്ള 10,000-കണക്കിന് മസലകളിൽപ്പെട്ട എത്രയോ മസലകളുണ്ട്. ആ മസലകൾ നിഷേധിച്ചാലൊക്കെ കാഫിറാകും, മുർത്തദ്ദാകും, അങ്ങനെ നിയമം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നിയമമില്ല. മുർത്തദ്ദാകുമെന്ന് ചോദിച്ചാൽ മുർത്തദ്ദാവൂല എന്ന് തന്നെയാണ് മറുപടി കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? എന്റെ സംശയമാണ്, ഒന്നും വിചാരിക്കരുത് നിങ്ങൾ. ഇപ്പോ സൈനബ റളിയല്ലാഹുവിന്റെ നിലയിൽ അള്ളാഹു റസൂൽ കണ്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലയിൽ സൈനബ റളിയല്ലാഹുവിനെ കണ്ടു എന്ന് പേരോട് ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. പൊന്മള ഉസ്താദ് പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മൊയ്സത്തൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴാണെന്നും ഖുർആൻ മാത്രമാണ് നിലനിൽക്കുന്ന മൊയ്സത്ത് എന്നും പറയുന്നുണ്ട്. അതിന് അവർ രണ്ടുപേരും ഈ 2 കാര്യം അവർ തിരുത്തിയിട്ടില്ല. അവരും പണ്ഡിതന്മാർ തന്നെയാണല്ലോ. അപ്പോ അവരെ അത്രമാത്രം ഇവരില്ലാത്തവരായി തള്ളാൻ പറ്റുമോ ഈ ഒരു കാര്യത്തിൽ? ഇതിപ്പോ ഒരു സംഘടനാ വിഷയമല്ലല്ലോ. അപ്പോ ഇത് പിന്നെ ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ളൊരു മറുപടി തന്നാൽ വലിയ ഉപകാരം. കാരണം അവർ പണ്ഡിതന്മാരല്ലാന്ന് നമുക്കാർക്കും നിഷേധിക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, മേക്ക് പ്ലീസ്. ആ ചോദ്യം നമ്മളോടല്ല ചോദിക്കേണ്ടത്. അത് നിങ്ങൾ പൊന്മളയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം പൊന്മള പറഞ്ഞത് പൊന്മള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടേ. പൊന്മള പറയുന്നത് പൊന്മള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ എന്തായിട്ടുണ്ട്, അത് തള്ളി പറയുന്നുണ്ട്. ഉദാഹരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട്, കത്തുന്ന വിഷയത്തിലാണ്. തിരികേശം കത്തുമോ എന്ന് വെച്ചാൽ കത്തുകയില്ല. അപ്പൊ ആ ഹുക്മിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം റസൂലുള്ളാഹിന്റെ ഖുർആനല്ലാത്ത മറ്റുള്ള മൊയ്സത്തുകളൊക്കെ അസ്തമിച്ചിരിക്കുന്നു, ഖുർആൻ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരോടാ യോജിക്കാത്തത്? നമ്മളോട് യോജിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് യോജിക്കുന്നില്ല. അപ്പൊ നമ്മളെ ചോദ്യം, നിങ്ങൾ ഈ ചോദിച്ച
അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. പൊന്മള അബൂക്കർ മുസ്ലിയാർ അല്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ എതിർ സൈഡിലുള്ള കാമുക്കന്മാരും തന്നല്ലേ? അവര് പണ്ഡിതനല്ലേ? അപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല, അത് നിങ്ങൾ നേരെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കണം. അവരോട് ചോദിച്ചിട്ട് അവരോടാണ് ചോദിക്കേണ്ടത്. നിങ്ങളുടെ എതിർ സൈഡിലുള്ള കാന്തപുരം അബൂക്കർ മുസ്ലിയാരും മറ്റുള്ള ആൾക്കാരൊക്കെ പണ്ഡിതന്മാരല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ സംശയത്തിന് നിവാരണം വരുത്തണം. അത് നമ്മോട് ചോദിക്കേണ്ട ചോദ്യമല്ല കേട്ടോ. പിന്നെന്താ പറയുന്നത്, വേറെ റൂമുണ്ട് എന്നോ? അതെ 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 അതെ, വേറെ റൂമുണ്ട്. എന്താണ്? ഇമ്മൂന്നോ? വേറെ റൂമിന്റെ പേര് ഇമ്മൂന്നാണോ? അമ്മു എന്താ മനസ്സിലായില്ല. ഏതായാലും അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഇത് ഹദീസിലുണ്ടോ അല്ലേ? ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്തതിനെ കുറിച്ച് നമ്മളെന്താ പറയുന്നത്? നമ്മളെന്തിനാ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ശംസുദ്ദീൻ ഫൈസി പറഞ്ഞ വിവരക്കുറവ് ആകണം എന്നില്ല, അതിനാണ് മലയാളത്തിൽ ഗുരുത്തക്കേട് എന്ന് പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഹലോ ഹലോ. ഉസ്താദ് ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എൻ്റെ ഒരു സംശയം ഉസ്താദ് ഇപ്പൊ ഈ മറുപടി പറഞ്ഞതിൽ നിന്ന് തന്നെയാണ്. ഈ നിഴലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിശ്വാസ കാര്യത്തിലേക്ക് ഉയർത്തിയത് നിങ്ങൾക്ക്. അപ്പോൾ ഒരു വിശ്വാസക്കാരൻ ആക്ീദയിൽപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അയാൾ പിന്നെ ഇസ്ലാമിന് പുറത്തു പോകില്ല. അക്കീദ സംബന്ധമായ ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ ഇല്ലയോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സൗണ്ട് തീരല്ല. ഞാൻ എന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് വിചാരിച്ചിട്ട് ഞാൻ ഇയർഫോണൊക്കെ കൊടുന്ന് കുത്താൻ പോവാണ്. പോകുമ്പോ ആർക്കും കേട്ടിട്ടില്ല എന്നാ തോന്നുന്നു അല്ലേ? നല്ല വോയിസാ, ഗുഡ് വോയിസാ. ഏതായാലും നിങ്ങൾ സംസാരം കേട്ടോ, ദാറുൽ ഹിന്ദിന്റെ സംസാരം കേട്ടു. അപ്പൊ അതിൽ പറഞ്ഞെന്താ വെച്ചാല് അഖീദയെ തള്ളിപ്പറഞ്ഞാൽ മുർത്തദ്ദാവേണ്ടതല്ലേന്നാ. ഇല്ല, എല്ലാ അഖീദകൾ തള്ളിപ്പറഞ്ഞാലും മുർത്തദ്ദാവൂല. അഖീദകൾ പല വിധത്തിലുള്ളതുണ്ട്. ദറൂറത്ത് കൊണ്ട് മഅലൂമായ അഥവാ സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ വളരെ പരസ്യമായി അറിയപ്പെട്ട അഖീദകളുണ്ട്. ഉദാഹരണം പറയാൻ, അള്ളാഹു ഏകനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ഇങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന തരത്തിൽ വളരെ സാധാരണക്കാരുടെ ഇടയിലും പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ ഒരുപോലെ അറിയപ്പെട്ട, അതിന് ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടത് എന്ന ഭാഷയാണ് പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത്. അഥവാ അനിഷേധ്യമായും അതുപോലെ തന്നെ വളരെ വളരെ പരസ്യമായും അറിയപ്പെട്ടിട്ടുള്ള അഖീദകൾ നിഷേധിക്കുമ്പോൾ മാത്രമാണ് കാഫിറാവുക. മനസ്സിലായി? അത് ജംഉൽ ജവാമി അതുപോലെ തന്നെ തുഹ്ഫ പോലുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞ വിഷയമാണ് കേട്ടോ. എല്ലാ അഖീദകളെ തള്ളി പറഞ്ഞാലും കാഫിറാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കാലോ അല്ലേ? ഓക്കെ. ഒരു സംശയം, അതായത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ ആള് പുത്തൻ വാദമായി മാറുമോ? അത് ആ വാദം അത് പുത്തൻ വാദമാവോ? അത് ആ ഗണത്തിൽപ്പെടൂലെ? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖീദകൾ എന്ന് പറയുമ്പോൾ നമ്മളെ കിതാബുകളിൽ പറഞ്ഞ അഖീദകൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? ഞാനിപ്പോ ഇയർഫോൺ കുത്തിയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാതിരിക്കുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
അഖീദകൾ എന്ന് പറയുന്നത് പല കാറ്റഗറിയിലുള്ള അഖീദകളുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാല് ളറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട അഖീദകളുണ്ട്. വളരെ പരസ്യമായും അനിഷേധ്യമായും അറിയപ്പെട്ട അഖീദകൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മുർത്തദ്ദാവും. അതേസമയത്ത് ഖണ്ഡിതമായ മുതവാത്തിറായ ഹദീസുകൾ, ഖുർആനിന്റെ നസ്സ്, അതുപോലെ മുജ്തഹിദീങ്ങളുടെ ഇജ്മാഅ്, ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ അറിയപ്പെട്ട അത് ളറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാവില്ല. എല്ലാ സാധാരണക്കാർക്കും ഒരുപോലെ അറിയുന്നതാവില്ല. എന്നാൽ ഇങ്ങനെ സ്ഥിരപ്പെട്ട അഖീദകൾ ആകും ചെയ്യും. അത്തരം വിഷയങ്ങളെ ആണ് ഒരാള് തള്ളിപ്പറയുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ അയാൾക്ക് ചില ശുബ്ഹത്തുകൾ, ഇതേപോലുള്ള ചില ഇബാറത്തുകളുടെയും ഒക്കെ ചില ശുബ്ഹത്തുകൾ, ആ ശുബ്ഹത്തുകൾ അയാൾക്ക് അഥവാ ചില ചില അവ്യക്തതകൾ അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് മുബ്തദിഈങ്ങൾ എന്ന് പറയുക, പുത്തൻവാദികൾ എന്ന് പറയുക. ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ നുഖ്ബത്തുൽ ഫിക്റിൽ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി കമാലുമായി ബന്ധപ്പെട്ട അഥവാ അടിസ്ഥാനപരമായ ഈ തെളിഞ്ഞ് വളരെ ഖണ്ഡിതമായ പ്രമാണങ്ങളെ കൊണ്ടും തെളിഞ്ഞതാകൂല. അതേസമയത്ത് മനാഖിബിന്റെ കിതാബുകളിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് കൊണ്ട് ബിദ്അത്തിന്റെ ഗണത്തിൽ അവർ പെടൂല എങ്കിലും അത് ബിദ്അത്തുകാരുടെ ഒരു ഓരം പറ്റലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിദ്അത്തുകാരെ ഒരു സാദൃശ്യപ്പെടലാണ്, അല്ലെങ്കിൽ ബിദ്അത്തുകാരെ പോലെ ഒരു സുന്നിയിൽ നിന്നൊരിക്കലും അതുണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ്, വിശ്വാസങ്ങളാണ്, വാദങ്ങളാണ് എന്ന് പറയാം എന്നാണ് അതിന് ഉള്ള മറുപടി കേട്ടോ. ഉസ്താദ് ഇപ്പൊ ഈ വിശദീകരിച്ച അടിസ്ഥാനത്തിൽ അപ്പോ പേരോട് ഉസ്താദ് അവിടെ ളില്ല് എന്ന് നിഴല് എന്ന അർത്ഥം വെച്ചാൽ തന്നെ തെറ്റാവുകയില്ലല്ലോ. തെറ്റാവോ? നിങ്ങൾ ഈ വിശദീകരിക്കുന്ന അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഹദീസിന് ളില്ല് നിഴല് കണ്ടു എന്ന അർത്ഥം വെച്ചാൽ തന്നെ തെറ്റാകുമോ? എന്തടിസ്ഥാനത്തിലാണ് പിന്നെ അത് തെറ്റാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നത്? അത് തെറ്റാണെന്ന് വാദിക്കാൻ കാരണം പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരാവട്ടെ ഞാനാവട്ടെ ഹദീസുകൾ സ്വന്തം വ്യാഖ്യാനിക്കാനുള്ള അർഹർ അല്ല. നമ്മൾ ആരും ഹദീസുകൾ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കരുത്. ഇമാമിയങ്ങൾ ഇബ്നു ഹജറുൽ ഹൈത്തമിയെ പോലുള്ള ഇമാമിയങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിനെതിരിലായിട്ട് ഈ ഇമാമിയങ്ങളെ ഇബാറത്തിന് എതിരിലായിട്ട് ഹദീസുകൾ കൊണ്ടുവരാൻ പാടില്ല. അവർക്ക് മനസ്സിലാകാത്തൊരു അർത്ഥം സാധാരണക്കാരായ മുഖല്ലിദീങ്ങളായ ആളുകൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അത് തെറ്റാണ്. അത് ബിദ്അത്താകും. ബിദ്അത്ത് എന്ന് പറയുന്നത് പുത്തൻവാദമാണ്. പുത്തൻവാദാകുമ്പോൾ അതിന് ഒരുപാട് നിയമപ്രശ്നങ്ങൾ വരും, ധാരാളം നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഒരു ഗൗരവതരമായൊരു വിഷയമാണ്. അപ്പൊ ആ ഒരു പരാമർശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതേ സമയത്ത് ഒരു ഇമാമിയങ്ങളുടെ ഇബാറത്തുകൾക്കെതിരിൽ എന്നാൽ ഇമാമിയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിൽ തർക്കമില്ല. ഇമാമിങ്ങൾ നേരില്ല എന്ന് പറഞ്ഞപ്പോ നേരുണ്ട് എന്ന് പറയുന്ന വേറെ ഏതെങ്കിലും ഇബാർത്തുകൾ ഉദ്ധരിച്ചിട്ട് അപ്പൊ ആ ഇബാർത്തിനെ അനുസരിച്ചുകൊണ്ട് നേരുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പൊ അത് ആ ഒരു ഇമാമ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. അതിന് അങ്ങനെ ഒരു ഇമാമ് പറഞ്ഞിട്ടില്ലല്ലോ, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അങ്ങനെ ഇബാർത്ത് ഉദ്ധരിച്ചോ? അപ്പൊ ഹദീസിന് ദില്ലു ഷൈഇന് പല അർത്ഥമുണ്ട്. ഞാൻ ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുർത്തദ സബീബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ലോകപ്രസിദ്ധമായ താജുൽ അറൂസിൽ പറയുകയാണ്, വദ്ദില്ലു മിൻ കുല്ലി ഷൈഇൻ ശഖ്സുഹു. ഒരു വസ്തുവിന്റെ ദില്ല് എന്ന് പറഞ്ഞാൽ ആ വസ്തു തന്നെയാണ്, അല്ലാതെന്തല്ല സൂര്യപ്രകാശത്തിന്റെ എതിരിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മറ, അതല്ലെങ്കിൽ ആ ഒരു അതിനെന്താ മലയാളത്തിൽ പറയാം, ആ ഒരു ഇരുട്ട്, അതാണ് അതിന്റെ അർത്ഥം എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാക്കിന് പല അർത്ഥം ഉണ്ടാകും, ഒരു വാക്കിന് പല അർത്ഥം ഉണ്ടാവും. അതിൽ നിന്ന് ഏത് അർത്ഥമാണ് വെക്കേണ്ടത് എന്ന് ഇജ്തിഹാദ് ചെയ്യാൻ മാത്രം യോഗ്യൻ അല്ലല്ലോ ഇയാള്. അതുകൊണ്ട് തന്നെ അയാൾ ആ ഹദീസ് വെച്ചുകൊണ്ട് ഈ ഇബാറത്തുകളെ ഗണ്ണിച്ചത് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയുന്നത് കേട്ടോ. അതാ അടുത്ത വേറെ ചോദ്യം. അതായത്
ഖുർആനല്ലാത്ത മുഅ്ജിസത്തൊന്നും നിലനിൽക്കൂല, അല്ലെങ്കിൽ ശത്രുവിന്റെ മുമ്പിൽ വെല്ലുവിളിക്കാൻ പറ്റിയ മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്ന വാദം പുത്തൻ വാദാവോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്ജിസത്തുകൾ നിലനിൽക്കും എന്നുള്ളതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ആ സുന്നത്തി ജമാഅത്തിന്റെ നിലപാടിനെതിരിൽ ഉള്ള ഈ ഇടപാട് അത് പുത്തൻവാദം ആവേണ്ടതാണ് എന്ന് മാത്രം ഇപ്പൊ പറയുന്നു. പുത്തൻവാദം ആവേണ്ടതാണത്. കാരണം അതൊരു പുതിയ വാദല്ലേ, ഒരു പുതിയ വാദാണല്ലോ. അഥവാ ഖുർആനല്ലാത്ത ബാക്കിയുള്ള ഒരു മുഅ്ജിസത്തും പ്രവാചകന്മാർക്കില്ല. അവരുടെ ഖുസൂസിയത്തുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകൾ ഇല്ല. ഒരു കറാമത്തില്ല എന്നുള്ളത് മുഅ്തസിലികളുടെ വാദമാണത്. മുഅ്തസിലികളുടെ വാദമാണ്. മുഅ്തസിലികളുടെ വാദം വാദിക്കുന്നവനെ പറ്റി എന്താ നമ്മൾ പറയേണ്ടത്? അല്ലേ? മുഅ്തസിലികളാണ് ഇങ്ങനെ മരണാനന്തരം കറാമത്ത് മുറിയും മുഅ്ജിസത്ത് മുറിയും എന്നൊക്കെയുള്ള വാദം മുഅ്തസിലികളുടെ വാദമാണ്. കാരണം അവരുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചപ്പോ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ആ ചലനമറ്റ ശരീരം ഇങ്ങനെ കണ്ടപ്പോ അവർ മനസ്സിലാക്കിയത് എന്താണ്? ഇത് എല്ലാം അസ്തമിച്ചു എന്നാണ്. അപ്പൊ അത് ആ ഒരു പൊതു സ്വഭാവത്തിന്റെ ഗണത്തിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ അവർ ഉൾപ്പെടുത്തി. അത് പുത്തൻവാദികളുടെ വാദമാണ്. ആ നിലക്ക് ഇത് ഗൗരവമായിട്ട് അവർ ആലോചിക്കേണ്ടതാണ്. ഇത് ബിദ്അത്തിന്റെ വാദമല്ലേ, ഇങ്ങനെ ഈ ബിദ്അത്തിന്റെ വാദം നിങ്ങൾ പറയാൻ പറ്റുമോ എന്ന് നമ്മൾ അവരെ ഉപദേശിക്കുകയാണ്. ഞങ്ങൾ അവരെ ബിദ്അത്തുകാരെന്ന് പറഞ്ഞിട്ട് ആരോപിക്കല്ല. നിങ്ങളുടെ ഈ വാദം ബിദ്അത്തുകാരുടെ വാദമല്ലേ, എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറണം എന്ന് ഉപദേശിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏതായാലും അപ്പൊ പുത്തൻവാദത്തിനോട് അടുക്കണ അല്ലെങ്കിൽ അതിന്റെ അതിർവരമ്പിലേക്ക് എത്തുന്ന ഒരു വാദമാണ് ഈ പറഞ്ഞ ഖുർആനല്ലാത്ത മുഅ്ജിസത്തും നിലനിൽക്കൂല എന്ന് പറഞ്ഞത്. നിലനിൽക്കണ മുഅ്ജിസത്ത് ഖുർആൻ ഉള്ളൂ എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് ആദ്യം പറഞ്ഞതെന്ന് പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, പക്ഷെ അതൊരു വ്യക്തത കിട്ടിയില്ല. അപ്പൊ വ്യക്തമായിട്ട് ഈ പുത്തൻവാദം എന്താണെന്ന് അതിപ്പോ ആര് പറഞ്ഞാലും ഏതാള് പറഞ്ഞാലും പുത്തൻവാദം തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പുത്തൻവാദം ഒന്ന് ശരിക്കും ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട്. അതിന്റെ ഒരു ഡെഫിനിഷൻ, പുത്തൻവാദത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. പുത്തൻവാദത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മാ യുഖാലിഫു അഖായിദ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബിനൗഇ ശുബ്ഹത്തിൻ എന്നാണ് പുത്തൻവാദത്തിന്റെ ഡെഫിനിഷനാ പറഞ്ഞത്. മാ യുഖാലിഫു അഖായിദ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബിനൗഇ ശുബ്ഹത്തിൻ. ചില അവ്യക്തതകൾ വന്നത് കാരണത്താൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദകളെ എതിരായ വിശ്വാസം എന്നാണ് പുത്തൻവാദത്തിന്റെ നിർവചനം. ചില അവ്യക്തതകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ദുർവ്യാഖ്യാനങ്ങളും ഇതേപോലുള്ള ചില ഹദീസുകളുടെ പദാവലികളുടെ പിന്തുണയൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ചില ബുദ്ധിപരമായ സമർത്ഥനങ്ങളോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വഹാബികളൊക്കെ പറയണമാതിരി വഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അഭൗതികമായ സഹായമുള്ളൂ. ഭൗതികമായ സഹായം അത് മനുഷ്യന്മാർക്ക് ഉള്ളതാണ്. അഭൗതികം അള്ളാഹുവിന്റേതാണ്. അപ്പൊ അവർക്ക് അതില് ചില ആയത്തുകൾ ചില ഹദീസുകളൊക്കെ ബാഹ്യമായ ചില പ്രയോഗങ്ങൾ അല്ലെ, വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ പോലുള്ള ചില ആയത്തുകൾ ഹദീസുകളുടെയൊക്കെ ബാഹ്യമായ ഭാഷാപരമായ ചില തെറ്റായ തെറ്റിദ്ധാരണകളുണ്ട്. ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളും ദുർവ്യാഖ്യാനങ്ങളും വെച്ചുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ അഖീദകളോട് വിരുദ്ധമായ വിശ്വാസമാണ് എന്തെന്ന് പറയുന്നത്, ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഗൗരവമായൊരു ഭാഷ ഉപയോഗിക്കുന്നില്ല. അത് എന്റെ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ എന്റെ ഒരു മിതമായ ഒരു ശൈലിയാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അവർ പുത്തൻവാദികളാണ്, മുബ്തദിഈങ്ങളാണ്, ഒറ്റയ്ക്കൊരു ഹുക്മ് പറയാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഭാഗത്തെ പറ്റിയാണ് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ എന്റെ ഒരു നിലപാടാണ്. അങ്ങനെ ആവേണ്ടതല്ലേ? ഈ ഡെഫിനിഷൻ, ഈ നിർവചന പ്രകാരം സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ റംലി ഇമാം പറഞ്ഞതുപോലെ തന്നെ മുഅ്ജിസത്തുകൾ മുറിയുന്നതല്ല. അപ്പൊ ആ മുഅ്ജിസത്തുകൾ മുറിയും എന്നുള്ള വാദം വാദിക്കുന്നത് പുത്തൻവാദം ആവേണ്ടല്ലേ എന്നൊരു ചോദ്യം ചോദിച്ച് തൽക്കാലം ഞാൻ നിർത്തുകയാണ് കേട്ടോ. കടുത്ത ആരോപണം.
അസ്സലാമലൈക്കും. പക്ഷെ ഇവിടെ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇപ്പോ ഈ വിഘടിത വിഭാഗത്തിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് നൂറുൽ ഉലമ എന്നാ പേരിട്ടിരിക്കുന്നത്. മൂപ്പര് പേരങ്ങ് നൂറുൽ ഉലമയാണ്. നൂറുകൊണ്ടല്ല കളിയും പോയി അവിടെ. ആ മൂപ്പര് മറ്റേ തബ്ലീഗ് ജമാഅത്തിന്റെ കുഴപ്പങ്ങളെ, തബ്ലീഗ് ജമാഅത്ത് വിദഗ്ധക്കാരാണ് തബ്ലീഗ് ജമാഅത്തുകാർ എന്ന് സമർത്ഥിക്കുന്നതിന്, അവര് പിഴച്ച വിഭാഗമാണെന്ന് സമർത്ഥിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഒരു പാഠത്തിന്റെ പേര് തന്നെ, ഒരു ലെസന്റെ പേര് തന്നെ അദ്ദേഹം കൊടുത്തിട്ടില്ല, ഒരു ഹെഡിങ് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, മരണം കൊണ്ട് കറാമത്തുകൾ മുറിയുന്നില്ല. ഇത് മുറിയും എന്ന വാദമാണ് അവർക്ക് ഉള്ളത് എന്നാണ്. അമ്പിയാക്കളുടെ മോചിതത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും സമ്മതിച്ചാൽ തന്നെ, അതവർ സമ്മതിച്ചാൽ തന്നെ, എങ്ങനെ ഉണ്ട് എന്ന് അവർ സമ്മതിച്ചാൽ തന്നെ, അതായത് പിന്നെ വഫാത്തിന് മുമ്പ് അവർക്കത് മോചിതത്വം ഔലിയാക്കൾക്ക് കറാമത്തൊക്കെ ഉണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെ മരണാനന്തരവും അത് നിലനിൽക്കുമോ എന്ന സംശയമാണ് അവർക്കുള്ളത്. മരണാനന്തരം അത് നിലനിൽക്കുമോ സംശയമാണ് അവർക്കുള്ളത്. അതാണ് അവര് മുത്തൻവാദികളാണ് എന്ന് പറയാൻ പിന്നെ മർഹൂം നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ തബ്ലീഗിന് എന്താ കുഴപ്പം, അത് സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ മതി, തബ്ലീഗിന് എന്താ കുഴപ്പം എന്ന് വെച്ചിട്ട് ഒരു ഹെഡിങ് ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൊടുത്തിട്ട് മൂപ്പര് പറഞ്ഞ പിന്നെ അതിനായിട്ട് ഉണ്ടാക്കിയൊരു പുസ്തകമാണ് ഈ കാര്യം മൂപ്പര് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി അത് സംബന്ധിയായി അവരോട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് എം.ടി. അബൂബക്കർ ദാരിമി മറ്റുള്ള ചോദ്യങ്ങൾ. ഹലോ, ഉസ്താദിന്റെ മറുപടിയിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് ഉസ്താദ്. ഉസ്താദ് നേരത്തെ ചോദിക്കുമ്പോ ഒരാൾ ചോദിച്ചു, അപ്പോ ബിദ്അത്തുകാരനാണെന്ന് പറയാൻ കഴിയില്ല, എന്ത് നിഴലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് അങ്ങനെ വാദിച്ചാൽ മുബ്തദി എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അപ്പൊ അതൊക്കെ നിഷേധിച്ചാൽ വിദേഹത്തുകാരനാണെന്ന് ഉറപ്പ് പറയാം. അപ്പൊ ഉസ്താദിന് തന്നെ എന്തോ ഒരു സംശയം ഇവിടെ, ഇതില് പ്രാമാണികതയിൽ എന്തോ കുറവുള്ളത് പോലെ. ഇമാമികൾ ഇത് വിദേഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പറയാലോ. പിന്നെ ഞാൻ പറയുന്നില്ല, ഞാൻ അത്രക്ക് കടക്കുന്നില്ല എന്നൊക്കെ ഉസ്താദ് പറയണമെങ്കിൽ ഉസ്താദിന്റെ സ്വന്തം അഭിപ്രായം പറയണ്ടല്ലോ. ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ ഇത് ഈ വിദേഹത്തിന്റെ വാദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പറയാലോ. അതാണ് എന്റെ സംശയം. അപ്പൊ ഇതിനെന്തോ പ്രാമാണികത കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട് നിങ്ങളുടെ മറുപടിയിൽ. അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ. അസ്സലാമു ഫൈസി ഉസ്താദല്ല, ഫൈസി ഉസ്താദിന്റെ സുഹൃത്താണ്. ഞാൻ സാന്ദർഭികമായിട്ടൊരു പിന്നെ സംശയം വന്നപ്പോ ചോദിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അബൂബക്കർ ദാരിമി ഉസ്താദിന് മൈക്ക് കിട്ടുന്നില്ലേ? അബൂബക്കർ ദാരിമി ഉസ്താദ്, ഹലോ, എം.ടി. അബൂബക്കർ ദാരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ദാരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ദേശീയ ഓക്കെ ഇൻഷാ അല്ലാഹ് ദാരിമി ഉസ്താദ് ഇപ്പൊ വരും. പ്രാമാണികതയിൽ എന്തോ കമ്പില്ല പോലെ. എത്ര നേരം പറഞ്ഞതൊക്കെ പ്രാമാണികതയാണ്. നമ്മളായിട്ട് പറയുന്നില്ല, നിങ്ങളാണ് തീരുമാനിച്ചാൽ മതി. അതിനാ പറഞ്ഞത്. പിന്നെ എം.എ. നൂറുൽ ഉലമ 100 ഉലമ എഴുതിയ ബുക്കാണിത്. ആരെ കുറിച്ചിട്ട്? തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗിന് എന്താ കുഴപ്പം? തബ്ലീഗിന്റെ കുഴപ്പതാണ് ഏത്?
ഒന്ന് അവർ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മരണശേഷം അത് നിലനിൽക്കുമെന്ന് അംഗീകരിക്കുന്നില്ല. മനസ്സിലായോ? മരണശേഷം എന്തായാലും ഔലിയാക്കൊക്കെ മുഅ്ജിസത്തായിട്ട് കറാമത്തായിട്ട് എന്തായാലും ഖുർആനില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പം ഔലിയാക്കളതും അംഗീകരിക്കണില്ല, അതും അവരെ കുഴപ്പം തന്നെയാണ്, അവർ വിദഗ്ധക്കാരാകാൻ. ഇനിയിപ്പോ അവിടെ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കും, ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവിടെ പറഞ്ഞത് ഖുർആനും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്, അങ്ങനെയല്ല പറഞ്ഞ ഔലിയാക്കളെ കറാമത്തതാ, മരണം കൊണ്ട് കറാമത്ത് മുറിയുന്നില്ല, അതാണ് ഹെഡിങ് തന്നെ. അപ്പൊ കറാമത്ത് നിഷേധിച്ചാലും മരണത്തിന് ശേഷം കറാമത്ത് മുറിയുമെന്ന് ചിന്തിച്ചാലും എന്താണ് അത് അവർക്കുള്ള സുന്നത്ത് ജമാഅത്താകുന്നതിന് അവർക്കുള്ള കുഴപ്പങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത കുഴപ്പങ്ങളെ എണ്ണി പറയുന്നതിൽ ഒരു കുഴപ്പം അതാണ്. മനസ്സിലായോ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ എന്താ മനസ്സിലായത്? അപ്പോ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ അടക്കം നിഷേധിക്കുന്ന ആളുകൾക്കാണ് എന്നൊന്നുമില്ല, അല്ലേ? ഉസ്താദ് പോരും, ഉസ്താദ് DC ആയിക്കാണ് ഇൻഷാ അല്ലാഹ് പോരും, ഒക്കെ ചോദിച്ചോളൂ. കുറെ ചോദിക്കാണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല. ഇപ്പൊ വേറെ ഇങ്ങനെ പോയി വേറൊരാൾ ചോദിച്ചീമെ പിടിച്ചിങ്ങനെ മറിഞ്ഞ് ഇപ്പൊ നേലുമില്ല, മുഅ്ജിസത്ത് മുറിയലുമില്ല, ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും സംശയമല്ല. ഇനിയിപ്പോ പൊന്മളയും പേരോടും ഇസ്ലാമിന്റെ ഉള്ളിലാണോ പുറത്താണോ അതാ മൂപ്പർക്ക് അറിയേണ്ടത്. അത് ഭയങ്കര രസമാണ് ഇവരെ കാര്യം. ഇവർ കുടുങ്ങിയാ പിന്നെ എങ്ങനെയാണ്? നമ്മളെ ഈ മനുഷ്യൻ കാട്ടിയ പരിപാടി നമ്മളെ എന്താണ് ഇപ്പൊ എന്താണ് അയാളെ പേര്, നമ്മളെ സിറാജ് ദിനപത്രത്തിന്റെ സിറാജിന്റെ മുതലാളി ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഇപ്പൊ ചോദിച്ചത്, അതായത് ഇത് ഈ മുടി വിശ്വസിച്ചാല് ഞങ്ങളിങ്ങനെ ഇയാൾക്ക് പറഞ്ഞു, അപ്പോ പക്ഷെ ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, അതോ APക്കല്ലേ കുഴപ്പമുണ്ടാവുള്ളൂ, ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ, APയല്ലേ കൊണ്ടുവന്നത്, അതുകൊണ്ട് ആ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ലഭ്യമാവൂലല്ലോ. മൂപ്പര് പറഞ്ഞു നിർത്തുക. അവസാനം കുടുംബത്തോടത്ത് മൂപ്പര് ഓരോ വർത്താനതാ, ഇനി അങ്ങനെയാണെങ്കിൽ മൂപ്പർക്കല്ലേ കിട്ടുള്ളൂ, അപ്പൊ ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. മൂപ്പര് പറയുന്ന ഭാഗമുണ്ട്, അത് ഇതേ ചോദ്യമാണ് ഇപ്പോ. എവിടെ ഇപ്പത് നോട്ട് ചെയ്ത് വെച്ചു? ഇൻഷാ അല്ലാഹ് ഞാനത് അതൊക്കെ കിട്ടാതിരിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്തൊരു വസ്തു കൊണ്ടുവന്ന് ബോധപൂർവം ഇത് നബിയുടേതാണെന്ന് ഒരാൾ പ്രചരിപ്പിച്ചാൽ അയാളിന് ഹദീസിൽ പറഞ്ഞത് പ്രകാരമുള്ള നരക ഇരിപ്പിടം ഉറപ്പായി. എന്നാൽ ഇയാളിനെ വിശ്വസിച്ച് ആ അസർ നബിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ആദരിക്കുകയും അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയും ചെയ്തവരുടെ വിധി എന്താണ്? ചെമ്മാട്ട് സമ്മേളന വേദിയിൽ ശുദ്ധ അസംബന്ധം വിളിച്ചു പറഞ്ഞ ആൾ മറുപടി പറയണം. പണ്ഡിതന്മാർ മറുപടി പറയുന്നത് പണ്ഡിതോചമായിട്ടാകണം, വായ്പാട്ടാകരുത്, കിതാബ് കൊണ്ട് സംസാരിക്കുക. ഇവർക്കിപ്പോ വേണ്ടെന്നോ ഏപ്പിനെ അതിന്റെ ഉള്ളിൽ കൊണ്ടുവരുത്തിയിട്ട് ആ സീറ്റിൽ കൊണ്ടുവരുത്തി ഇവര് കഴിച്ചിരാകുമോ എന്നുള്ള ചിന്തയാണ്. അതേ സംഭവമാണ് ഇപ്പൊ പേരോടും പൊന്മളനെയും പുറത്താക്കിയവർ ഇസ്ലാമിന്റെ എത്ര ദൂരം പുറത്താണെന്ന് അപ്പൊ മൂപ്പർക്ക് അറിയേണ്ടത്, അല്ലേ? സുന്നത്ത് ജമാഅത്തിൽ നിന്ന് എത്രമാത്രം അകലെ അവരെ നിർത്താം എന്നുള്ളതാണ് ഇപ്പൊ മൂപ്പർ ചിന്തിക്കുന്നത്. അത് വേറുള്ള കാര്യത്തിലൊന്നും ഇപ്പൊ അഭിപ്രായ വ്യത്യാസമില്ലാതെയായി. ഇതേ ചോദ്യം, അല്ലേ? ഇൻഷാ അല്ലാഹ് MT ഉസ്താദ് എത്തിയിട്ടുണ്ട്, അല്ലേ? ഉസ്താദ് റൈസാൻഡ് ചെയ്യണം. MT ഉസ്താദ് കേൾക്കണമെങ്കിൽ റൈസാൻഡ് ചെയ്യണം. അപ്പൊ ഇതേ ചോദ്യമാണ് ഇപ്പൊ ഇവർക്ക് അറിയേണ്ടത്. ഇവർക്ക് ഇതൊക്കെ നിങ്ങൾ മുമ്പ് തന്നെ ചോദിച്ചുകൂടെ? ഇൻഷാ അല്ലാഹ് ഉസ്താദ്. ഉസ്താദ്, ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചോളൂ, അത് മറന്നുകൊണ്ട. അതായത് ഉസ്താദ് പറഞ്ഞു ഇത് എന്തുകൊണ്ട് ബിദഅത്താവൂലെന്ന രൂപത്തിൽ ഉസ്താദ് സമർത്ഥിച്ചു പറഞ്ഞു ഇവിടെ. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഇത് ബിദഅത്താകുന്നില്ല? ബിദഅത്ത് എന്ന ഗണത്തിലേക്ക് പെടുത്താൻ മാത്രം നിങ്ങൾ പറഞ്ഞ പ്രമാണങ്ങൾ പോരെ.
എന്തേ നിങ്ങൾ അവിടെ ഒരു ഉരുണ്ട് ഈ വിഷയത്തിൽ കളിക്കുന്നതെന്നാണ് എന്റെ സംശയം. നിങ്ങൾ വിദേഹത്തുകാരനാവൂല എന്ന് നിങ്ങൾ പറഞ്ഞുവിടെ ഈ വിഷയത്തിൽ. അങ്ങനെ വെച്ചതുപോലെ ആവും, വിദേഹത്തുകാരനാവൂല എന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ഉദ്ധരിച്ച ആ തെളിവൊന്നും ഇതിന് പോരെ? എന്തോ ഒരു പ്രമാണത്തിന്റെ ഒരു കമ്മി ഉസ്താദിന്റെ സംസാരത്തിൽ തോന്നുന്നു. എന്തുകൊണ്ട് ഇത് വിദേഹത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം. വിശദീകരിച്ചത്. അതിനാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അത് തെറ്റാണ്, ആ വാദം തെറ്റാണ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒരു വാദം തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ വാദം ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ്, വഹാബിയാളെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ടുള്ള ചോദ്യമില്ല. അത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ പിന്നെ അതിന്റെ ബിദ്അത്ത് എന്നുള്ള ഗൗരവത്തിലേക്ക് അത് പോകുന്നുണ്ടോ എന്നത് രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ്. അത് തെറ്റാണ്, ആ വാദം ശരിയല്ല. കാരണം ഇമാമുമാരെല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാ ഇമാമികളും എല്ലാവരും കിതാബിലും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. എത്രയോ ഇമാമിങ്ങൾ, പ്രത്യേകിച്ച് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആൾക്കാർ, അവരൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ലം യദ്ഹർ ലഹു ബില്ലുൻ അസ്ല. ഈ സ്ഥിതിക്ക് ഒരു മുഖല്ലിദായ സാധാരണക്കാരനായ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിനെതിരിലൊരു വാദം ഉന്നയിക്കുന്നത് ശരിയാണോ അല്ലയോ, തെറ്റാണോ, അതാദ്യം പറയും. അത് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ബിദ്അത്തിന്റെ വശത്തെക്കുറിച്ച് സംസാരിക്കാം. ഉസ്താദ് പറഞ്ഞ സംശയത്തില ഇവിടെ ഇതുവരെ ഈ ക്ലാസ് റൂമിൽ പ്രചരിപ്പിച്ചത് ഇതിൽ പുത്തൻ വാദമാണ്. അങ്ങനെ ഇതാർക്കും റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്ത് എല്ലാവരും സമ്മതിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, നേരത്തെ ഉസ്താദ് സ്ഥിരപ്പെട്ട ഒരു ഖുസൂസിയത്ത് പറഞ്ഞല്ലോ, അത് നിശ്ചയിച്ചാൽ ഗൈബ് അറിയുക എന്ന്, അതിന് ഒരാൾ നിശ്ചയിച്ചാൽ പുത്തൻവാദിയാവൂലേ? ബിദ്അത്തുകാരനാണോ എന്ന് പറയാൻ ഉസ്താദിന് ധൈര്യം ഉണ്ടാവുമല്ലോ, ഇല്ലേ? എങ്കിൽ ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി കാര്യം പറയാം. അത് നിഷേധിച്ചാൽ, സ്ഥിരപ്പെട്ട ഖുസൂസിയത്ത് നിഷേധിച്ചാൽ, ഏതുപോലെ ഉസ്താദ് നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ അത് നിഷേധിച്ചാൽ ബിദ്അത്തുകാരനാണെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടോ? എന്നാൽ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി എന്റെ കുറെ സംശയങ്ങളുണ്ട്, നമുക്ക് ചോദിക്കാം. അപ്പൊ വൈബിനെ നിഷേധിച്ചാൽ ബിദ്അത്തുകാരനാകുമെന്നുള്ളതിൽ എന്താണ് മറുപടി? അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് പറയാമെന്ന സംശയങ്ങൾ ചോദിക്കൽ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ നിലപാടുകൾ പറയണം, വ്യക്തമായ നിങ്ങളുടെ നിലപാട് പറയണം. അഥവാ നയലിന്റെ നിഷേധത്തിന്റെ വിധി എന്ത്, അത് നിങ്ങൾ നിലപാട് ആദ്യം പറയണം. വൈബിനെ നിഷേധിച്ചു, അഥവാ വൈബ് എന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങൾ പറയണ മാതിരി അല്ല. അഥവാ എന്താണ് മുജാഹിദീകൾ എന്താ പറയണത്? അള്ളാഹുവിന് മാത്രമേ വൈബ് അറിയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും വൈബ് അറിയൂല. അപ്പൊ നമ്മൾ പറയുന്ന ഇന്ന വൈബൊക്കെ അറിഞ്ഞിട്ടില്ലേ, അത് സ്വന്തമായിട്ട് അറിഞ്ഞതല്ല, അത് അള്ളാഹ് അറിയിച്ചു കൊടുത്ത പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമുണ്ട്. അങ്ങനെയല്ല, സുന്നി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തായിട്ടും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായിട്ടും ഗൈബുകൾ ഉണ്ട്, അത് അവരുടെ മുഅ്ജിസത്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഇബാറത്ത്, അതുപോലെ തന്നെ അതിന്റെ ശർഹായ നസീമുർ റിയാദിന്റെ ഇബാറത്തും ഞാൻ എന്റെ പ്രസംഗത്തിൽ നേരത്തെ ഉദാഹരണമായി പറഞ്ഞു. അത് നിഷേധിക്കുന്നവൻ മുബ്തദിഅ തന്നെയാണ്, പുത്തൻവാദി തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ എന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾ ഈ നേരുമായി ബന്ധപ്പെട്ട ഈ നിഷേധത്തിന്റെ നിലപാട് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞാനല്ലല്ലോ ഉസ്താദ് പറയണ്ടേ, ഉസ്താദല്ലേ ഇവിടെ പറയുന്നത്. ഉസ്താദ് ഉസ്താദല്ല, ഈ ക്ലാസ് റൂം, നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാദമാണ് ഈ വാദം. അതാണ് ഞാൻ ഇടക്കിടക്ക് ഈ റൂമിൽ ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ ഉസ്താദ് തന്നെ സമ്മതിച്ചു, അങ്ങനെ ബിദ്അത്താണ് എന്ന് പറയുന്നതിലേക്ക് മാത്രം പ്രമാണയോഗ്യമല്ല ഈ പറയുന്ന തെളിവുകളൊന്നും, അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം കിട്ടി ഉസ്താദിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഖുസൂസിയത്ത് എന്ന നിലക്ക് സുന്നികളെല്ലാവരും റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് തന്നെയാണ് പറയാറ്. അതിന് ഈ പ്രമാണങ്ങൾ മതി. പിന്നെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് വില്ല് എന്ന പദത്തിന് അവിടെ അർത്ഥം വെച്ച് നിഴല് എന്ന അർത്ഥം വെച്ചാലും കുഴപ്പമില്ല എന്നിടത്തേക്കാണ് ഉസ്താദിന്റെ ബാക്കിയുള്ള വിശദീകരണത്തിന് കിട്ടിയത്. പിന്നെ എന്തിനാണ് ഈ കോലാഹലം നടത്തുന്നത് എന്നാണ് എന്റെ അടുത്ത ചോദ്യം.
പിന്നെ എന്ത് വിഷയത്തിലാണ് ഇവിടെ തർക്കമുള്ളത്? അതും കൂടി ഒന്ന് പറഞ്ഞാൽ. ഇതിന് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. സുന്നികളുടെ നിലപാട്, നിങ്ങളുടേതടക്കമുള്ള സുന്നികളുടെ നിലപാട് എന്താണ്? നയലില്ല എന്നാണ്. അപ്പൊ പിന്നെ നയലുണ്ട് എന്ന് പറയുന്ന പോലെ സുന്നികളുടെ നിലപാടല്ല നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? നയലുണ്ട് എന്നുള്ളത് സുന്നികളുടെ നിലപാടല്ല എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് പിന്നെ എങ്ങനെയാലും കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞത്? കുഴപ്പമില്ല എന്ന് പറയുന്നതും ബിദ്അത്താണെന്ന് പറയുന്നതും രണ്ടാണ് സഹോദര. കുഴപ്പമില്ല എന്നെങ്ങനെയാണ് പറഞ്ഞത്? സുന്നികളുടെ നിലപാടിനെതിരിൽ ഇയാൾ പറഞ്ഞത് കുഴപ്പമില്ല. അതെന്താ അടിസ്ഥാനത്തിലാ? സുന്നികളുടെ വിശ്വാസം നേരില്ല എന്നാണ്, പക്ഷെ നേരുണ്ട് എന്ന് പേരോട് പറഞ്ഞു. അതിൽ കുഴപ്പമില്ല. അതെന്താ കുഴപ്പമില്ല എന്ന് പറയുന്നത്? സുന്നികളുടെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല എന്നാണ് വിശ്വാസം? സുന്നികളുടെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല എന്നാണോ? എന്താ നിങ്ങളുടെ വിശ്വാസം? അതൊന്ന് പറയും. സുന്നികളുടെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല. ഏതായാലും ആ ഹദീസിന് മില്ലിന് നയല് എന്ന അർത്ഥം വെച്ചത് സുന്നികളുടെ നിലപാടല്ല നിങ്ങൾ സമ്മതിച്ചു. അങ്ങനെ സുന്നികളുടെ നിലപാട്, സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇമാമുമാരടക്കമുള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ വാദം എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനം പറയണം, അതിന്റെ തെളിവ് പറയണം. സുന്നികളുടെ, നിങ്ങളുടെ അടക്കമുള്ള സുന്നികൾ, ആ സുന്നികളുടെ നിലപാടിനെതിരിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നേരുണ്ട് എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. അത് ഏത് ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഒരു ഇബാറത്തിന് ഹാജരാക്കണം. സുന്നി സമൂഹത്തിന്റെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല പറയൂ. ഉസ്താദേ, അതുകൊണ്ടാണ് ഞാനെന്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ ഉസ്താദിനോട് ചോദിച്ചത്. ഞാൻ തർക്കിക്കാനല്ല ഉസ്താദ്, ഞാൻ ഇതിൽ മൂലം വരുന്ന കുറെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിനോട് ചോദിക്കുന്നത്. ഇത് എവിടെന്നാ ഈ തർക്കം വരുന്നത്? ഉസ്താദിന് ഇപ്പൊ നേരത്തെ വളരെ വ്യക്തമായിട്ട് സമ്മതിച്ചു, കറക്റ്റാണത്. ബിദ്അത്തിന്റെ പദവിയിലേക്ക് പറയാൻ മാത്രം യോഗ്യതയുള്ള പ്രമാണങ്ങൾ അല്ല അത് എന്ന് ഉസ്താദ് സമ്മതിച്ചു. സുന്നികളുടെ നിലയിൽ നിന്ന് ആരും മാറിയിട്ടില്ല. നിങ്ങളിതെന്ത് ചെയ്തു? ഇത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിശ്വാസ കാര്യത്തിന് ഡോട്ട് മാറ്റി കൊടുക്കി. നിങ്ങൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകല്ലേ. നിങ്ങൾ പറഞ്ഞല്ലോ സുന്നികളുടെ നിലപാട് നയലില്ല എന്നാണ്, പക്ഷെ നേലുണ്ട് എന്ന് പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതിന് കുഴപ്പമില്ല. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? അത് നിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞതാണല്ലോ. എന്താണ് അതിന്റെ അടിസ്ഥാനം? അതൊന്ന് പറയും. കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഒരു ദററും അതിൽ ഇല്ല, ഒരു പ്രശ്നവും അതിലില്ല. സുന്നികളുടെ നിലപാടിനെതിരെ ആർക്കും എന്തും പറയാം, അതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? എന്ന് പറയും. നിങ്ങൾ നാട് നീളെയും ക്ലാസ് റൂമിലെയും പ്രചരിപ്പിക്കുന്ന എന്താ? ഇത് ബിദ്അത്താണ്, ഇത് ഇജ്മാഇനെതിരാണ്, ഇത് അതുകൊണ്ടാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ നാട് നീളെയും ഈ ക്ലാസ് റൂമിലും പ്രചരിപ്പിക്കുമ്പോൾ ഇങ്ങനെയും ഉണ്ട് എന്ന് പറയാലോ ഉസ്താദിന്. അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് ബിദ്അത്തിന്റെ ഗണത്തിലേക്ക് പെടുത്താൻ മാത്രം തെളിവല്ല. അപ്പൊ ആ നിങ്ങളെ വാദങ്ങൾ ഗണ്ണിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ട് എന്ന് ഉസ്താദിന് പറഞ്ഞൂടെ? അവിടെ എന്താ തെറ്റുള്ളത്? ഉസ്താദ് നിലയിൽ ഉണ്ട് എന്ന് ബാധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അല്ലല്ലേ? ഹലോ 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 ഇതിനോട് സംശയം എനിക്ക് ചോദിക്കാണ്ട്. അല്ല, ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും സുന്നികൾക്ക് നിലപാടുണ്ടെന്നോ? സുന്നത്ത് ജമാഅത്തിൽ രണ്ട് നിലപാടുണ്ട്. ഒന്ന് നേലുണ്ട് എന്നുള്ള നിലപാടും നേലില്ല എന്നുള്ള നിലപാടും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ഉണ്ട് എന്നോ? എന്താ നിങ്ങൾ പറയണത്?
രണ്ട് നിലപാടും സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങൾക്ക് ഉണ്ടെന്നോ? അതായത് ഇപ്പോൾ ഇങ്ങനെയുണ്ട് എന്ന് ഉസ്താദിന് പറഞ്ഞൂടെ? മൂപ്പരി സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമന്നെ ആക്കി, അപ്പൊ ഒരു ഇമാമാക്കണം, വേറൊരു ഇമാമാക്കണം ഒക്കെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ഒരു അഭിപ്രായം പറയുമ്പോൾ മൂപ്പരഞ്ചൊരു ഇമാമാക്കണം. കാരണം ഇമാം റംലി തങ്ങളും അതുപോലെയുള്ള പിന്നെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നേരെ വിരുദ്ധമായ ഒരു അഭിപ്രായം പറയുമ്പോൾ മൂപ്പരെ വേറെ ഇമാമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എന്നാലേ മൂപ്പര വാദം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിനെതിരല്ലേ പറയുന്നത്? ഞങ്ങൾ എന്നും നമ്മളെ ക്ലാസ് റൂമിൽ പറയും ഇത് വഹാബികൾ കേണി വെച്ചു കൊടുക്കലാണ്, ഇത് വഹാബീസത്തിലേക്ക് ആളുകളെ നയിപ്പിക്കലാണ്. കാരന്തൂരിസം വഹാബീസത്തിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെല്ലെ മെല്ലെ ആളുകളെ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതിപ്പ് നഷ്ടപ്പെടുത്തി പ്രവാചകർക്ക് ന്യൂനതകളും പ്രവാചകർക്ക് പ്രവാചകർക്ക് ഉണ്ടാകേണ്ട ഖുസൂസിയത്തുകളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനെ തന്നെ നമ്മളെ ക്ലാസ് റൂമിൽ എന്നും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കരുത്. ഇതേ വിശദീകരണം എന്നും നടത്തിയത്. ഇപ്പൊ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇതേ വിശദീകരണമാണ് നടത്തിയത്. നിങ്ങൾ പറഞ്ഞതും അതാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല, സുന്നികളെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുസൂസിയത്തുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. അത് അല്ലാത്തത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന്, സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളുടെ മൊത്തത്തിലുള്ള വിശ്വാസത്തിൽ എല്ലാ വിശ്വാസത്തിനെതിരെയും പറഞ്ഞാൽ ആള് കാഫിറാവുകയോ അല്ലെങ്കിൽ മുർത്തദ്ദാവുകയോ അതല്ലെങ്കിൽ മറ്റേ മുബ്തദി ആവുകയോ ചെയ്യുന്നില്ല. ഇനിയിപ്പോ അല്ലെങ്കിൽ തന്നെ അത് മാത്രം തെറ്റ്. ഒരാൾ ഒരാള് അത് അദ്ദേഹത്തിന് അതൊരു ഹറാമിന്റെ ശിക്ഷ കിട്ടുകയാണ്, എന്നാലോ ഹറാമാണ്. ഹറാമ് ചെയ്യുന്ന ആള് ഇസ്ലാമിൻ സുന്നത്ത് ജമാഅത്തിന് പുറത്താ? ഒരാൾ ഹറാമ് ചെയ്ത ആൾ സുന്നത്ത് ജമാഅത്തിന് പുറത്താ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് നരകത്തിലേക്ക് എത്താൻ നരകത്തിൽ കടക്കേണ്ട ഒരു കാര്യം ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം ഉണ്ടാകുകയാണെങ്കിൽ അയാൾ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താ? അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണോ അല്ലേ എന്നുള്ളതല്ല വിഷയം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ വാദത്തിനെതിരാണ് ഇത്ര നേരം ഉസ്താദ് പറഞ്ഞ് മനസ്സിലായിട്ട് പിന്നീ കളി കളിക്കുന്നുണ്ടല്ലോ. അങ്ങനല്ലേ പറഞ്ഞത്? മൂപ്പരെയും കൂടിയാണ് സുന്നിയാക്കി നിർത്തിക്കൂടെ? അതൊക്കെ വെറുതെ വീണ്ടും വീണ്ടും അനാവശ്യമായ ആവർത്തിക്കലാണ്. ഈ പറഞ്ഞ ഇത്ര ദിവസം ദാറുൽ ഹിന്ദിന്റെ ആരോപണങ്ങൾ എന്തായിരുന്നു? ഇത്ര ദിവസം എങ്ങനെയല്ല, ഇത്ര ദിവസം നേലുണ്ടെന്നും മൊയ്തത്ത് മുറിയുന്നും ഈ വാദങ്ങൾക്കായിരുന്നു ദാറുൽ ഹിന്ദ് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുടുങ്ങിയപ്പോ അതൊക്കെ വിട്ടു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെങ്കിലും സുന്നത്ത് ജമാഅത്തിൽ നിർത്തിക്കൂടെ എന്നുള്ളതാണ്. അപ്പൊ ദാറുൽ ഹിന്ദാണ് എപ്പോഴും പറയാറ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, സുന്നികളുടെ വിശ്വാസം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലില്ല തന്നെയാണ്, മുജ്ദത്ത് മുറിയില്ല തന്നെയാണ്. അപ്പൊ ഈ സുന്നികളുടെ വിശ്വാസത്തിനെതിരാണ് പേരോടും പൊന്മളിയും പറഞ്ഞു ദാറുൽ ഹിന്ദ് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ വിശ്വാസത്തിന് എല്ലാവരും ഇങ്ങളും ഞങ്ങളും അടങ്ങുന്ന അതുപോലെ തന്നെ നമ്മളെ നേതൃത്വം നൽകുന്ന ഇമാമിയങ്ങളും ഉലമാക്കളും ഒക്കെ അടങ്ങുന്ന ആളുകളെ വിശ്വാസത്തിനെതിരാണ് ഈ നമ്മൾ വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ഇമാമുമാരുടെ ഇബാറത്തുകൾക്കും അവരുടെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എതിരാണ് പൊന്മളയും പേരോടും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എന്തർത്ഥം വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ വലിയൊരു പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹം ഒരു തീർപ്പൊക്കെ കൽപ്പിക്കാൻ ഒരു മുഫ്തി എന്ന നിലക്കൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തിയത് കൊണ്ടായിട്ട് അദ്ദേഹം തീർത്ത് പറഞ്ഞു ഇത് മുബത്തദീങ്ങളെ തബ്ലീഗുകാരെ മുബത്തദീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാനൊരു കാരണമായിട്ട് അവർക്കുള്ള കുഴപ്പങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ അവരെ നിർത്താതിരിക്കാം. അവർക്കുള്ള കുഴപ്പങ്ങളിൽ ഒന്ന് പറയുന്നത് വഫാത്തിന് ശേഷം കറാമത്ത് നിഷേധിച്ചു എന്നുള്ളതാണ്. വഫാത്തിന് ശേഷമുള്ള കറാമത്തുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു കുഴപ്പമായിട്ട് എണ്ണുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇത്രയും വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് വിശദീകരിച്ചെന്നതാ. പിന്നെയും അറിഞ്ഞിട്ടറിയാത്ത ഒരു ഭാവം നടിച്ചിട്ട് എന്തെങ്കിലും ഇന്നിപ്പോ മൈക്ക് എടുത്തിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പമാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സത്യത്തിൽ ഇന്ന് ദാറുൽ മൈക്ക് വേണ്ട, എത്രയോ സമയത്ത് വേണ്ട. പിന്നെ ഒരു മുജാഹിദ് സുഹൃത്താണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തിന്മേ പിടികൂടി എങ്ങനെങ്കിലും അങ്ങനെ വാക്കുണ്ടല്ലോ എന്നാ ഞൈമട് കയറി പിടിക്കാം. മുബത്തദി ആണെന്ന് ഇപ്പൊ വിധി എഴുതിയിട്ടില്ലല്ലോ, എന്നാ ആ വിധിമേട് കയറി പിടിച്ചിട്ട് അപ്പൊ മുബത്തദി ആവൂലെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളാക്കണമെന്ന നേതാക്കന്മാരാക്കാന്ന. ഒരാൾ മുബത്തദി ആയിട്ടില്ല എന്നാ അവനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാവായി അംഗീകരിക്കണമെന്ന. ഒരാൾ മുബത്തദി ആണെന്ന് അയാൾക്ക് വിധി പറയാൻ പറ്റില്ലെങ്കിൽ അയാൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായി അംഗീകരിക്കണമെന്ന. എവിടുന്ന് നിങ്ങൾ വന്നിട്ടുള്ളത്? മുബത്തദി ആയിട്ടില്ല എന്നാൽ നമുക്ക് വേഗം നമ്മളെ ഇമാമായി എന്ന് അംഗീകരിക്കുക. ഇമാമുന റംലി, ഇമാമുന ഇബ്നു ഹജർ ഹൈതമി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇമാമുന പേരോടി എന്ന് പറയാം അല്ലേ?
ഏതാണ് ഉസ്താദിന് ഇൻഷാല്ലാ MT അബൂബക്കർ ഉസ്താദ് പറയും, ഞാൻ ഇയാളുടെ ഈ ഇത്ര ദിവസത്തെ മൂപ്പരുടെ ആ ഒരു അവസ്ഥ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദിവസം വരെ മൂപ്പര് മുറിഞ്ഞു പോകാം, മുറിയും എന്നതിനും തെളിവ് പറയും, മുറിയിലാന്നാണ് നമ്മളെ വിശ്വാസം. പക്ഷെ മുറിയുന്നതിന് വിരോധമല്ല എന്നും പറയും. നേലുണ്ട് എന്ന് പറയുന്നതിന് വിരോധമല്ല, നേലുണ്ട് എന്നതിന് തെളിവുകളുണ്ട്. അതേസമയം നേല് വെറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനും ചന്ദ്രനും താഴെ നടക്കുമ്പോൾ മാത്രമാണ് ഇല്ലാത്തത്. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അതിലപ്പുറം പറയാൻ പറ്റൂല. ഇത് മൂപ്പരവാദം. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ ചോട്ടിലൂടെ നടക്കുമ്പോൾ മാത്രമേ ഇല്ലാത്തതുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ഇപ്പൊ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ വാദങ്ങൾക്കൊക്കെ എതിരാണ്. നിങ്ങളുടെയും പൊന്മകളുടെയും വേരോടിന്റെയും വാദങ്ങൾക്ക് മുഴുവൻ എതിരാണ്. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ഉസ്താദ് ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേലുള്ളതായിട്ട് ഈ ഇബാറത്തുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേല് ഒരവസരത്തിലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാ മഹാന്മാരുടെ ഇബാറത്തുകളും വെച്ചുകൊണ്ട് മഹാനായ MT അബൂബക്കർ ഉസ്താദ് ഇവിടെ വിശദീകരിച്ചത്. അതൊക്കെ വിശദീകരണം കേട്ടപ്പോ സത്യത്തിൽ അന്തം വിട്ട് കുന്തം മുണിങ്ങി നിന്നപ്പോ, ഇനി ഞാൻ ഇന്ന് മൈക്ക് എടുത്തിട്ടില്ലെങ്കിൽ അതൊരു പോരായിത്തരാവുമല്ലോ അല്ലെ, സ്റ്റാറൊക്കെ മുങ്ങിയ മതിയായിരുന്നു. അങ്ങനെ ആവുമ്പോ അതൊരു പോരായിട്ടാണ്. ഇടയ്ക്ക് നമ്മൾ എങ്ങനെ വിളിക്കുവാണല്ലോ, ഇനി ആദ്യം വന്ന് വെല്ലുവിളിച്ചു കുടുങ്ങിയാണ് സത്യത്തിൽ. ഇത് MT വന്നാൽ, MT ഉസ്താദ് MT ദാരിമി വന്നാൽ എന്നെ വിവരമറിയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ, MT ദാരിമി വന്നാൽ എന്നെ വിവരമറിയിക്കണം എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ പിന്നെ നമ്മൾ വിളിച്ച് വിവരമൊക്കെ അറിഞ്ഞിട്ടും ആ മൈക്കെടുക്കാതെ ധൈര്യം കാണിച്ചിരുന്നില്ല. അപ്പോ ഒരു മുജാഹിദിന്റെ ഒരു ചോദ്യത്തിന് കിട്ടിയ ചെറിയൊരു ആൻസർ മാത്രം വെച്ച് അതിലൊന്ന് കടന്നുകൂടി എങ്ങനെയും കയറി ഒന്ന് പിന്നെ കൊളാക്കാൻ പറ്റുമോ, കുളം കലക്കി മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ഒന്നും വിജയിക്കൂല എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ്.